സോണി ടിവിയിലെ സൂപ്പർ സ്റ്റാർ സിംഗർ 3യിലൂടെ രാജ്യത്തെ സംഗീത പ്രണയികളുടെ ഹൃദയം കവർന്ന കേരളത്തിൽ നിന്നുള്ള കൊച്ചുമിടുക്കനായിരുന്നു ആവിർഭവ. 7 മാസം കൊണ്ട് റിയാലിറ്റി ഷോയിൽ ഏറ്റവുമധികം ആരാധകരെയും സമ്പാദിച്ചുകൊണ്ടാണ് ആവിർഭവ തിരികെ എത്തിയത്. സൂപ്പർ സ്റ്റാർ സിംഗർ 3യിൽ വിജയിയായ ആവിർഭവ ടോപ്പ് സിംഗറിന്റെ സ്വന്തം ബാബുക്കുട്ടനാണ്. ഇപ്പോഴിതാ പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ഇനാഗുറേഷൻ ചെയ്യാനുള്ള ഭാഗ്യമാണ് ലഭിച്ചത്. ഹിന്ദി സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗർ 3യിൽ വിജയിയായി കേരളത്തിൽ നിന്നുള്ള ആവിർഭവസ് മറ്റൊരു മത്സരാർത്ഥിയായ അദർ എന്ന മത്സരാർത്ഥിക്കൊപ്പമാണ് 7 വയസ്സുകാരനായ ആവിർഭവ് അന്ന് വിജയം പങ്കിട്ടത്. ഇരുവർക്കും 10 ലക്ഷം രൂപയാണ് സമ്മാനമായി ലഭിച്ചത്. ഗായകരിലെ ഷാറുഖ് ഖാൻ എന്നാണ് റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ ആവിർഭവിനെ വിശേഷിപ്പിക്കുന്നത്. ചിട്ടിയായി ഹേ എന്ന ഗാനത്തിലൂടെയാണ് ബാബുക്കുട്ടൻ എന്ന വിളിപ്പേരുള്ള ആവിർഭവ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇടുക്കി സ്വദേശിയായ ആവിർഭവിൻ്റെ മാതാപിതാക്കൾ സന്ധ്യയും സജിമോനുമാണ്. അനിർവിഹയാണ് സഹോദരി. അനിർവിഹയും റിയാലിറ്റി ഷോ താരമാണ്. ഇരുവർക്കും ഒരുമിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും യൂട്യൂബ് ചാനലുമുണ്ട്. ഇതിൽ ഒരുമിച്ച് പാടുന്ന നിരവധി വീഡിയോകൾ കാണാം. ചേച്ചിയും അനിയനും ഒരുമിച്ചിരുന്ന് പാട്ട് പഠിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ക്യൂട്ട്നെസ്സും ആലാപന മികവും കൊണ്ട് കേരളത്തിന് പുറത്തും ആരാധകരെ ഉണ്ടാക്കാൻ ആവിർഭവിന് കഴിഞ്ഞു. രാജേഷ് ഖന്ന സ്പെഷ്യൽ എപ്പിസോഡിൽ ഖോര കാഗസ് മേരാ സപ്നോ കി റാണി തുടങ്ങിയ ഗാനങ്ങൾ പാടിയാണ് ആവിർഭവ് വിധികർത്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയത്. ഞാൻ ഇവനെ വീർ ആവിർഭവ് എന്ന് വിളിക്കും. ഒരിക്കൽ എവിടെയും പതറാത്ത മനോഭാവമാണ് അവൻ്റേത്. എനിക്ക് അഭിമാനം തോന്നുന്നു. ആവിർഭവിനെ ചേർത്ത് നിർത്തി വിധികർത്താക്കളിൽ ഒരാളും ഗായികയുമായ നേഹ കക്കർ പറഞ്ഞു. രാജ്യത്തുടനീളം കഴിവ് തെളിയിച്ച യുവ ഗായകരെ ഒരുമിച്ച് കൊണ്ടുവന്ന റിയാലിറ്റി ഷോയാണ് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3.